തിരുവനന്തപുരം തൈക്കാട് വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടായ തർക്കത്തിനിടെ 18-കാരൻ കുത്തേറ്റു മരിച്ച കേസിൽ ഒരാൾ കാപ്പ കേസിലെ പ്രതി. കസ്റ്റഡിയിലുള്ള 2 പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ചെങ്കൽച്ചുള്ള രാജാജി നഗർ സ്വദേശി അലനാണ് ഇന്നലെ വൈകുന്നേരം കുത്തേറ്റ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്ദുലേഖയുടെ വിശദാംശങ്ങളുമായി. ഇന്ദുലേഖ, വിശദ വിവരങ്ങൾ എന്തൊക്കെ? ബന്ധുക്കൾക്ക് ഭൗതികദേഹം വിട്ടു നൽകുന്നത് എപ്പോഴാണ്? ഈ കാപ്പ കേസ് പ്രതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് എന്തൊക്കെ? ഇന്നലെ വൈകുന്നേരമാണ് ഈ അതിദാരുണമായ സംഭവം നടക്കുന്നത്. 18-കാരനായിട്ടുള്ള അലൻ, ചെങ്കൽച്ചുള സ്വദേശിയാണ്. അലൻ ഇന്നലെ വൈകുന്നേരമാണ് കുത്തേറ്റു മരിക്കുന്നത്. തൈക്കാട് ശാസ്താക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഈ സംഭവം നടക്കുന്നത്. തൈക്കാടുള്ള ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഫുട്ബോൾ കളിക്കിടയിൽ ഒരു തർക്കം ഉണ്ടാവുകയും ആ തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥത വഹിക്കാനായിട്ട് അലനെ വിളിച്ചു വരുത്തുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഈ അലൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കും, അതായത് ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ ചെങ്കൽച്ചുളയിലെ കുട്ടികളുണ്ടായിരുന്നു, ജഗതി കോളനിയിലെ കുട്ടികളും ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ജഗതി കോളനിയിലെ കുട്ടികൾ മറ്റു 2 പേരെ അവിടേക്ക് മധ്യസ്ഥതയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ മധ്യസ്ഥതയ്ക്ക് വന്ന ആളുകൾ തമ്മിൽ പിന്നീട് വാക്കേറ്റവും തർക്കവും ഉണ്ടാകുകയായിരുന്നു. ഇവർ തമ്മിൽ മുൻപും പ്രശ്നങ്ങളുണ്ട് എന്നാണ് അറിയുന്ന വിവരങ്ങൾ. അങ്ങനെ ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു. അതിനിടയ്ക്കാണ് അലന് കുത്തേക്കുന്നത്. അലൻ മുൻപോട്ട് ആഞ്ഞു നിന്ന് സംസാരിക്കുന്ന കുനിഞ്ഞ സമയത്താണ് കുത്തേറ്റത് കൊണ്ട് തന്നെ കൃത്യമായി ഹൃദയഭാഗത്താണ് അലന് കുത്തേക്കുന്നത്. മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് ശക്തമായി തലയിൽ ഹെൽമറ്റ് കൊണ്ടൊരടിയും അതുപോലെ തന്നെ നെഞ്ചിൽ കുത്തേറ്റു എന്നാണ് ദൃക്സാക്ഷികൾ മൊഴിയായി പറയുന്നത്. കുട്ടികൾ എല്ലാവരും തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് എത്തിയത്. ഇവർ മുൻപും സമാനമായി കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൊലപാതകമല്ല, അല്ലാതെ തന്നെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം അതിലൊരാൾ കാപ്പ കേസിലെ പ്രതിയാണ്. നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകളുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും. അലന്റെ മൃതദേഹം ഇവിടെ ജനറൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണ് നിലവിലുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക.